ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കഥാപാത്രം, കൃതി ശരിയായവ ഏവ? ഇവ 3 ശരിയല്ല. അതായത് മാതങ്കി എന്ന് പറയുന്നത് മാതങ്കി ആനന്ദൻ ഒക്കെ ചണ്ടാല ഭിഷുകിയിലെ കഥാപാത്രം. മാതങ്കി ആനന്ദൻ ചണ്ടാല ഭിഷുകി. ദിവാകരൻ നളിനിയൊക്കെ നളിനിയിലെ കഥാപാത്രങ്ങൾ. ദിവാകരനും നളിനിയും നളിനിയിലെ കഥാപാത്രങ്ങളാണ്. ഉപഗുപ്തൻ വാസവദത്ത ഇവയൊക്കെ കരുണയിലാണ്. അപ്പോൾ കരുണയിലെ കഥാപാത്രമാണ് ഉപഗുപ്തൻ വാസവദത്ത. നളിനിയിലെ കഥാപാത്രമാണ് ദിവാകരൻ നളിനി. ചണ്ടാല ഭിഷുകിയിലെ കഥാപാത്രമാണ് മാതങ്കി ആനന്ദനൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, KR മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ആരാച്ചാർ. KR മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ആരാച്ചാർ 2015. തെറ്റായ പദങ്ങൾ ഏവ? ഇവയിൽ തെറ്റായ പദം 1ഉം 2ഉമാണ് തെറ്റായ പദം. അതായത് സന്യാസി എന്നെഴുതുന്നത് സാധാരണയല്ല, ഇന്നായാണ് സന്യാസി. ചുമതലാബോധം ചുമതലാബോധം. ജ്യോതി ശരിയായിട്ടുള്ളതാണ്. പരിഭാഷ, ദ തീഫ് വാസ് അറസ്റ്റഡ് ആൻഡ് ടേക്കൺ ടു കോർട്ട്. കള്ളനെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ കൊണ്ടുപോയി. അടുത്ത ക്വസ്റ്റ്യൻ, ആയുധം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ ഏവ? ആയുധം എന്ന വാക്കിൻ്റെ പര്യായ പദം പ്രഹരണം, ശസ്ത്രം, ഹേതി. പ്രഹരണം, ശസ്ത്രം, ഹേതി ഇവയൊക്കെ ആയുധത്തിൻ്റെ പര്യായ പദങ്ങളാണ്. പ്രഹരണം, ശസ്ത്രം, ഹേതി. ഒറ്റപ്പദം, മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി. മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി. പരിഷ്കാരം ആഗ്രഹിക്കുന്നയാൾ ഉൽപ്പതിഷ്ണു. പരിഷ്കാരം ആഗ്രഹിക്കുന്നയാൾ ഉൽപ്പതിഷ്ണു. തന്നിരിക്കുന്ന അർത്ഥവ്യത്യാസങ്ങളിൽ ശരിയായിട്ടുള്ളവ ഏവ? അനലൻ എന്ന് പറഞ്ഞാൽ കാറ്റല്ല. അനലൻ എന്ന് പറഞ്ഞാൽ തീയാണ്. അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. നളിനം എന്ന് പറഞ്ഞാൽ താമരയാണ്. നളിനി എന്ന് വെച്ചാൽ താമര പൊയ്ക. അപ്പോൾ ഫസ്റ്റ് കഥാപാത്രം, കൃതി ഇവയെ ശരിയായിട്ടുള്ള കഥാപാത്രം മാതങ്കി ആനന്ദൻ ചണ്ടാല ഭിഷുകി, ദിവാകരൻ നളിനി നളിനി, ഉപഗുപ്തൻ വാസവദത്ത കരുണ. KR മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ആരാച്ചാർ. തെറ്റായ പദങ്ങൾ ഏവ? ഇവയെ തെറ്റായ പദം എന്ന് പറയുന്നത് സന്യാസിയും ചുമതലാബോധമാണ്. അതായത് സന്യാസിയാണ്, ചുമതലബോധമാണ്. ജ്യോതി ശരിയായിട്ട്. ദ തീഫ് വാസ് അറസ്റ്റഡ് ആൻഡ് ടേക്കൺ ടു കോർട്ട്. കള്ളനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയി. ആയുധം എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ ശസ്ത്രമുണ്ട്, പ്രഹരണമുണ്ട്, ഖേദിയുണ്ട്. മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി. തന്നിരിക്കുന്ന അർത്ഥവ്യത്യാസങ്ങളിൽ ശരിയായവ അനലൻ എന്ന് പറഞ്ഞാൽ തീയും അനിലൻ എന്ന് വെച്ചാൽ കാറ്റുമാണ്. നളിനം എന്ന് വെച്ചാൽ താമര, നളിനി താമര പൊയ്ക.